നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ക്ലാപ്പന 15-ാം വാർഡിലാണ്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ് ഇരിക്കുന്നത്. അവൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ദയനീയമാണ്. തളർന്നിരിക്കുകയാണ്. ഈ വീട്ടിലെല്ലാവരും തളർന്നിരിക്കുന്നു. അവൻ്റെ സഹോദരിയുടെ മോനാണ്. അവനും തളർന്നു, അവൻ്റെ അമ്മ തളർന്നു, അച്ഛൻ തളർന്നു, എല്ലാവരും തളർന്ന ഒരു കുടുംബമാണ്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അത്ര ക്ലിക്കായിട്ടില്ല. ഇത് വളരെ ദയനീയ അവസ്ഥയാണ്. കാണുമ്പോൾ കഷ്ടം തോന്നും. കഷ്ടമെന്നാൽ ഇവരെങ്ങനെ ജീവിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത്രയ്ക്ക് മോശപ്പെട്ട അവസ്ഥയാണ്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്ന് സഹായിക്കണം. ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. ഇവരുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടും. എൻ്റെ പേര് അഫിജിത്താണ്. എനിക്ക് ജന്മന നടക്കാൻ വയ്യാതെയാണ്. പിന്നെ ഒരുപാട് ആശുപത്രിയൊക്കെ കാണിച്ചായിരുന്നു, എന്നിട്ടും ഒരു മാറ്റം വന്നില്ല. ജന്മനം വന്നിന് തളർന്നിരിക്കുന്നൊരവസ്ഥയാണ്. പിന്നെ വീടിൻ്റെ കാര്യമാണെങ്കിൽ വീട് മൊത്തം പോയിരിക്കുക. പിന്നെ അമ്മാമ്മയ്ക്ക് അപ്പാപ്പനും മാമനും ആർക്കൊന്നും വയ്യാത്ത ഞങ്ങൾക്ക് ഈ വീടാണ് ഇപ്പോൾ ആവശ്യം. വീടില്ല. ഞങ്ങൾക്ക് മഴയും കാറ്റും കോണമൊന്നും വന്നാൽ എങ്ങനെ ഞങ്ങളുടെ അവസ്ഥ എന്ന് അറിയത്തില്ല. വീട് മൊത്തം പോയി താഴ്ന്നിരിക്കുവാണ്. മാമൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ. മാമന് വയ്യാത്തതാണ്. അപ്പാപ്പനും ഇങ്ങനെ അമ്മാമ്മനും ഇങ്ങനെ. ഞങ്ങൾക്ക് സഹായിക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു വീട് സഹായിക്കണം. എൻ്റെ പേര് മനോജ്. ഞാൻ ക്ലാപ്പന സ്വദേശിയാണ്. 15-ാം വാർഡ്, കൊല്ലം ക്ലാപ്പന. ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. എനിക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു സർക്കാർ. മനോജിന്റെ കാല് മുഴുവനായിട്ട് തളർന്നതാണ്. വർഷങ്ങളായിട്ട് തളർന്നു പോയതാണ്. മത്സ്യബന്ധനമായിരുന്നു തൊഴിൽ. സർക്കാർ ഒരു വാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വികലാംഗർക്ക് സഞ്ചരിക്കാനുള്ള ഒരു വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കാലക്രമേണ അത് നശിച്ചുപോയി. ആ വണ്ടി നശിച്ചുപോയി. അതിൻ്റെ അവശിഷ്ടം പോലും ഇല്ല. ഈ അടുത്ത് അവർ പുതിയ വണ്ടിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ ആർ.ടി. ഓഫീസ് ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഈ വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ പഴയ വണ്ടി കാണിക്കണമെന്ന്. അല്ലേ? അങ്ങനല്ലേ പറഞ്ഞു? പഴയ വണ്ടി കാണിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് പഴയ വണ്ടി കാണിക്കാനില്ല. വണ്ടി നശിച്ചു. ഇവിടുത്തെ റോഡും അതുപോലെ ഇവിടുത്തെ വഴിയൊക്കെ വളരെ മോശമാണ്. മഴയൊക്കെ പെയ്താൽ ഈ വണ്ടിയൊക്കെ നശിച്ചു വെണ്ണീറായി പോകത്തുള്ളൂ. അവശിഷ്ടം പോലും കിട്ടാറ്. അത്രയ്ക്ക് മോശപ്പെട്ട സ്ഥലമാണ്. ഈ വീട് മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ്. മഴയും കാറ്റും ഒക്കെ ശക്തമായിട്ട് വന്നാൽ ഉറപ്പായിട്ടും പൊളിഞ്ഞു വീഴും. അത്രയ്ക്ക് പാവപ്പെട്ട ആൾക്കാരാണ്. മത്സ്യബന്ധനം ആയിരുന്നു തൊഴിൽ. പക്ഷെ ഇതുണ്ട്, ഈ വീട് അടുക്കളയൊക്കെ പോയിരിക്കുകയാണ്. നോക്കിയോ, മേള് മൊത്തം പോയിരിക്കുകയാണ്. കഷ്ടം. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ സഹായിക്കും.